സത്യസന്ധത മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പൊതുകാര്യങ്ങളിൽ പങ്കാളികളാകുന്നവർ അപവാദം ഒഴിവാക്കാൻ എത്ര ശ്രദ്ധിക്കണമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവിന്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. 2 കൊരിന്ത്യർ 8:20-21 വചനങ്ങൾ. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസ്തർക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിശ്വസ്തത എന്ന് പറയുന്നത് പൗരാണിക ഇതിഹാസങ്ങൾ മുതൽ എല്ലാം സൽഗുണത്തെ പുകഴ്ത്തി പറയുന്നുമുണ്ട്. സത്യത്തിന്റെ പ്രവാചകൻ എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന നമ്മുടെ രാജ്യത്ത് സത്യസന്ധത ഇല്ലാതെ വരുന്ന അവസരം എത്രയോ ശോചനീയമാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു ചെറിയ സംഭവം വിവരിച്ചാൽ അദ്ദേഹം സത്യസന്ധതയ്ക്ക് എത്ര വലിയ വില കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിന് ശേഷം ഇന്ത്യ 55 കോടി പാകിസ്ഥാന് കൊടുക്കാമെന്ന് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത്രയും വലിയ ഒരു തുക പാകിസ്ഥാന് കൊടുക്കുവാൻ സാധ്യമല്ലാതെ വന്നു. നേതാക്കൾക്ക് അതിൽ വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി ക്ഷീണിതനായി. അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ അദ്ദേഹത്തിന്റെ നില വളരെ മോശമാണെന്നും ഉടൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു. പെട്ടെന്ന് നെഹ്റു, സർദാർ പട്ടേൽ, ഡോക്ടർ ജോൺ മത്തായി എന്നിവർ ഗാന്ധിജിയെ സന്ദർശിച്ച് പണം കൊടുക്കുവാൻ സാധിക്കാത്ത സാഹചര്യം ഗാന്ധിജിയോട് വിശദീകരിച്ചു. അപ്പോൾ ഗാന്ധിജി അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരാണ്, നിങ്ങളുടെ ന്യായീകരണം ഒന്നും എനിക്ക് ആവശ്യമില്ല. ആ പണം ഉടനെ പാകിസ്ഥാൻ ഗവൺമെന്റിന് കൊടുക്കണം. ഐ വിൽ ഗോ എവേ. ഐ കനോട്ട് ലൈവ് ഇൻ എ കൺട്രി വിത്ത് നോ ഹോണസ്റ്റി. മറ്റു മാർഗമൊന്നുമില്ലാതെ വന്നപ്പോൾ മന്ത്രിമാർ ഉടനെ മന്ത്രിസഭായോഗം വിളിച്ചുകൂട്ടി പെട്ടെന്ന് പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ നിന്ന് 55 കോടി രൂപ ശേഖരിച്ച് വണ്ടിയിൽ കയറ്റി പോലീസ് അകമ്പടിയോടെ കറാച്ചിയിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. ഈ പാരമ്പര്യമുള്ള ഭാരതത്തിലാണ് മന്ത്രിമാരും ഭരണാധികാരികളും കൈക്കൂലിയുടെയും അഴിമതിയുടെയും പേരിൽ ജയിലിൽ കഴിയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! ലോകത്തിൽ അഴിമതിക്ക് ഭാരതത്തിന് 7ാം സ്ഥാനമെന്ന് ഒരു ദിനപത്രത്തിൽ വലിയ തിലക്കത്തോടുകൂടി വാർത്ത വന്നിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്കും സത്യസന്ധതയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുവാൻ സന്നദ്ധരായ ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ന്യായീകരണം കണ്ടെത്തുന്നു. സമ്പത്ത് വർദ്ധിക്കുന്തോറും കൂടുതൽ ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരോട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സങ്കീർത്തനങ്ങൾ 62:10 വചനം. വ്യാപാര കാര്യങ്ങളിൽ സത്യസന്ധത ഇല്ലാത്തവരോട് വേദപുസ്തകം പറയുന്നു, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപ്പടിയോ അവന് പ്രസാദം. സദൃശവാക്യം 11:1. ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ വിശ്വസ്തത മറന്നു പോകരുത്. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. സദൃശവാക്യങ്ങൾ 3:3. താലന്തുകളുടെ ഉപമയിൽ കൂടി യേശു വലിയ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്തും ഒരുവന് 2ഉം ഒരുവന് 1ഉം കൊടുത്തു. 5 താലന്ത് ലഭിച്ചവൻ വേറെ 5 താലന്തും, 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 താലന്ത് സമ്പാദിച്ചു. 1 ലഭിച്ചവൻ പോയി അവന്റെ താലന്ത് കുഴിച്ചു മൂടി. യജമാനൻ താലന്തുകളെ വർദ്ധിപ്പിച്ചവരെ നോക്കി പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. മത്തായി 25:23. എന്നാൽ താലന്ത് വിശ്വസ്തനായി കൈകാര്യം ചെയ്യാത്ത ദാസനെ യജമാനൻ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസൻ എന്നാണ്. അവനെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് സ്വന്തമെന്ന് ആരും പറയാതെ സകലതും അവർക്ക് പൊതുവായി ഉപയോഗിച്ചിരുന്നു. ഒരുമിച്ച് ഒരു നിലം അവർ വിറ്റു.
രണ്ടുപേർ വിലയിൽ കുറച്ചെടുത്ത് വച്ചാണ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചത്. അപ്പോൾ പത്രോസ് അവരെ ശാസിച്ചു പറഞ്ഞു, അത് വിൽക്കും മുമ്പ് നിന്റേതായിരുന്നില്ലയോ? വിറ്റശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു, പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. പ്രവൃത്തികളുടെ പുസ്തകം 5:4-5 വാക്യങ്ങൾ. വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചതുപോലെ ദൈവ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നാം സത്യസന്ധരായിരിക്കണം. അല്ലാഞ്ഞാൽ അതിന് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം, താലന്ത്, അനുഗ്രഹങ്ങൾ ഇവയെല്ലാം നാം വിശ്വസ്തയോടെ ദൈവനാമ മഹത്വത്തിനായി കൈകാര്യം ചെയ്യണം. അപ്പോൾ തീർച്ചയായും ഒരു പ്രതിഫലം നമുക്ക് ഉണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.